ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. ഇരുട്ടിനെ, അന്ധകാരത്തെ അകറ്റുന്നു, സർവപാപങ്ങളെയും അകറ്റുന്നു ആ ഭാസ്കരനെ, സൂര്യഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നവഗ്രഹത്തിൽ ജപാകുസുമ സങ്കാശം എന്ന ഈ ആദ്യത്തെ ശ്ലോകം ആദ്യത്തിൻ്റെ പ്രാർത്ഥന ശ്ലോകമാകുന്നു. ഇവിടെ നാം ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം സൂര്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. മിഥുന മാസത്തിൽ നിന്നും മിഥുനം 32-ാം തീയതി 32 ദിവസം കഴിഞ്ഞ് കർക്കിടകത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുകയാണ്. ഈ കർക്കിടകത്തിൽ നിൽക്കുന്ന സൂര്യൻ എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ സൂര്യൻ 1201 മിഥുനമാസം 32-ാം തീയതി വ്യാഴാഴ്ച, അതായത് 2026 ജൂലൈ മാസം 16-ാം തീയതി രാത്രി 11:40 കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ കർക്കിടകത്തിൽ സൂര്യൻ പ്രവേശിക്കുമ്പോൾ സൂര്യൻ്റെ ആശ്രയഫലം വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ഭാനോ കുളീരേ തീഷ്ണോസ്വഹ പരകാര്യകൃത് ശ്രമപഥ ക്ലേശൈശ്ച സംയുജ്യതേ. കുളീരേ, കർക്കിടകത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ തീഷ്ണ, താൻ തീഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കും. അസ്വഹ നാസ്തി സ്വം യസ്യ സഹ, ധനമില്ലാത്ത അവസ്ഥ, സാമ്പത്തിക വിഷയത്തിലേക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വിത്തം കുറയുക, ശ്രമവധ ക്ലേശൈഹി സംയുജ്യത, വളരെയധികം ശ്രമം, യജ്ഞങ്ങൾ, വധക്ലേശങ്ങൾ, ഇതൊക്കെ തന്നെ കർക്കിടകത്തിലെ സൂര്യൻ പ്രദാനം ചെയ്യും. നല്ലൊരു ഫലമാണോ? നല്ല ഫലമല്ല. ഇവിടെ നാം ശ്രദ്ധിക്കണം, സൂര്യൻ ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഉത്തരായണത്തിലെ സൂര്യൻ ബലവാനാണ്. മകരം മുതൽ മിഥുനം വരെയുള്ള 6 മാസങ്ങളാണ് ഉത്തരായന മാസം. കർക്കിടകം മുതൽ ധനു വരെയുള്ള 6 മാസങ്ങളാണ് ദക്ഷിണായന മാസം. ദക്ഷിണായനത്തിൽ സൂര്യൻ ദുർബലമാണ്. ഈ കർക്കിടക മാസത്തിലാണ് അങ്ങേയറ്റം വറുതിയുടെ, ക്ലേശങ്ങളുടെ, പ്രയാസങ്ങളുടെയൊക്കെ കർക്കിടക മാസ പിറവി. നാം പിതൃകർമ്മം അനുഷ്ഠിക്കുന്ന ഏറ്റവും മഹത്തായ പിതൃക്കളെ സന്തോഷിപ്പിച്ച് അവരെ സ്വർഗലോകത്തിലേക്ക് അയക്കുന്ന മാസമാണ് കർക്കിടക മാസം. അപ്രകാരം തന്നെ വറുതിയുടെ മാസമാണ്. ധാരാളം ക്ലേശങ്ങളും പ്രശ്നങ്ങളും കർക്കിടക മാസത്തിൽ സംഭാവ്യമാണ്. അതിനാൽ സൂര്യൻ്റെ കർക്കിടക രാശിയിലുള്ള ആശ്രയഫലം ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന അത്ര ഗുണമല്ല. അനാവശ്യമായ വീറും വൈരാഗ്യവും വാശിയുമൊക്കെ പ്രകടിപ്പിക്കുക, തനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത കഠിനാധ്വാനത്തിലേക്ക് പ്രവേശിച്ച് അതിലൂടെ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ അനുഭവിക്കുക, ധനപരമായ വിഷയത്തിൽ അപൂർണത ഉണ്ടാവുക, ഇതൊക്കെ സംഭവിക്കുന്ന മാസമാണ് കർക്കിടക മാസം. അതിനാൽ വളരെ ജാഗ്രത ഈ കർക്കിടക മാസക്കാലം പുലർത്തേണ്ടിയിരിക്കുന്നു എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ. നാം മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ഈ കർക്കിടക മാസത്തിലുള്ള ശുഭാശുഭ ഫലങ്ങളെ ചർച്ച ചെയ്യുന്നു. നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ ഫലങ്ങൾ ശ്രദ്ധിക്കാം. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് 4-ാം ഭാവത്തിലാണ്. ഇവിടെ സൂര്യൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. വ്യാഴത്തിന് മൗഢ്യം കൊടുത്തു. മേടൻ രാശിക്കാരെ സംബന്ധിച്ചോളം സൂര്യൻ അവരുടെ 5-ാം ഭാവാധിപനാണ്. അവരുടെ ബുദ്ധി, സന്താനങ്ങൾ, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ്. അവരുടെ വിവേകശക്തി, നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള ശക്തി, പൂർവികമായ പുണ്യങ്ങൾ, തങ്ങളുടെ മന്ത്രങ്ങൾ, മന്ത്രിയാകുന്ന അവസ്ഥ, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് 5-ാം ഭാവം. സൂര്യൻ നിൽക്കുന്നത് എവിടെയാണ്? മേടൻ രാശിക്കാരെ സംബന്ധിച്ചോളം 4-ാം ഭാവത്തിലാണ്. 4-ാം ഭാവത്തിൽ സൂര്യൻ എന്നല്ല ഏത് പാവഗ്രഹം വന്നാലും, സൂര്യനായാലും ചൊവ്വയായാലും ശനിയായാലും, വരാഹമിഹിര ആചാര്യൻ പറഞ്ഞ ഫലം ഒന്ന് മാത്രമാണ്: വിസുഖ പീഡിത മാനസ ചതുർത്ഥി. വിസുഖ, സുഖം വളരെ കുറയും. പീഡിത മാനസ, പീഡിതം മാനസം യസ്യ സഹ,
അങ്ങേയറ്റം മനസ്സിന് പീഡ ഉണ്ടാകും. ഇതൊരു അധോമുഖ രാശിയാണ്. അതിനാൽ സാമ്പത്തിക വിഷയത്തിൽ ഇടപെടുന്നു. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ആളുകൾ ധനപരമായ വിഷയത്തിലൊക്കെ തന്നെ പരിത്യജിക്കുന്ന, ഉപേക്ഷിക്കുന്ന ഒരു സമയമാണ് മേടൻ രാശിക്കാർക്ക് വരിക. മേടൻ രാശിക്കാർ ആർക്കും മുമ്പിൽ കീഴടങ്ങാത്ത രാശിയാണ്. ആ സഹോത്ഥാഗ്രജ, തനിക്ക് ലീഡർഷിപ്പ് വളരെയധികം ഉണ്ടാകും. താനാണ് മുതിർന്ന ആൾ. ആ രീതിയിൽ എല്ലാ കാര്യത്തിലും ഇടപെടും. ഈ ഇടപെടലുകൾ തൻ്റെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. 4-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ. എന്താണ് 4-ാം ഭാവം? 4-ാം ഭാവം തൻ്റെ ഗാർഹികമായ അന്തരീക്ഷമാണ്, വീടാണ്. മാതാ സുഹൃത്ത് മാതുല ഭാഗ്യനേയ ക്ഷേത്രം സുഖം വാഹനം ആസനഞ്ച ലാളിത്യം അംഭ ശയനഞ്ച വൃദ്ധ്യ പശ്വാധികം വേഷ്മ ഗൃഹാചതുർത്ഥാത്. നാൽക്കാലികൾ, വീട്, കുടുംബം. ഇവിടെ ഉദ്ദേശിക്കുന്നത് തൻ്റെ വീട്. കുടുംബം ചിന്തിക്കേണ്ട ഭാവം 2-ാം ഭാവം, തൻ്റെ ഭാര്യ മക്കൾ. പക്ഷെ ഇവിടെ ഭേഷ്മ തൻ്റെ പഴയ കാലത്തിലെ കൂട്ടുകുടുംബം, വിശാലമായ കുടുംബങ്ങളൊക്കെയാണ് 4-ാം ഭാവം ചിന്തിക്കുന്നത്. അമ്മ, അമ്മാവന്മാർ, മരുമക്കൾ, കൃഷിഭൂമി, തൻ്റെ സുഖം, തൻ്റെ ലാളിത്യം, ജലം, ജലത്തിൻ്റെ ഉത്ഭവസ്ഥാനങ്ങളൊക്കെ ചിന്തിക്കേണ്ട ഭാവമാണ് 4-ാം ഭാവം. ഇവിടെ സൂര്യൻ നിൽക്കുമ്പോൾ ഈ ഭാവങ്ങൾക്കൊക്കെ ദോഷമാണ്. 4-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ചമത്കാരി എന്ന് നമ്മളിൽ പറഞ്ഞിരിക്കുന്ന ഫലം എന്താണ്? തുരിയ ദിനേശെ അതിശോഭാധികാര ജനസമ്പ്രജൻ വിഗ്രഹം ബന്ധുരോഗി. 4-ൽ സൂര്യൻ നിൽക്കുമ്പോൾ തൻ്റെ അതിശോഭ കാരണം, ഞാൻ പറഞ്ഞു മേടൻ രാശി ആർക്കും മുന്നിൽ കീഴടങ്ങാത്ത രാശിയാണ്. അങ്ങേറ്റം തൻ്റെ അഗ്രസീവ്നെസ് പ്രകടിപ്പിക്കും. അതിശോഭ കാണുമ്പോൾ ജനസമ്പ്രജൻ, ജനങ്ങൾ തന്നോട് കലഹിക്കും. ബന്ധുതോപി, ബന്ധുക്കളും ജനങ്ങൾക്കും തന്നോട് അസൂയ, കണ്ണുകടി വരും. പ്രവാസി ദേശം വിട്ടുപോകും. വിവക്ഷാഹവേ മാനഭംഗം, ശത്രുമായുള്ള യുദ്ധത്തിൽ തനിക്ക് മാനത്തിനും അഭിമാനത്തിനും ഭംഗമുണ്ടാകും. ഭൂമി വിവാദങ്ങളുണ്ടാകും. ഈ അതിർത്തി തർക്കങ്ങളൊക്കെ വരുന്ന സമയമാണ്. കഥാചിത്ന ശാന്തം ഭവേത്തസ്യ ചേത, ഒരു സമാധാനം മനസ്സിലുണ്ടാകില്ല. അസമയത്തുള്ള യാത്ര, രാത്രി യാത്ര വളരെ ശ്രദ്ധിക്കണം. വാഹനാപകടങ്ങളുണ്ടാകും. നിർബന്ധമായും ധർമ്മദൈവ സങ്കേതങ്ങളിലേക്ക് പോകണം. അവിടെ വിളക്കിലേക്ക് എണ്ണ തിരിയൊക്കെ പ്രാർത്ഥിക്കണം. മക്കളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ ക്ലേശങ്ങളുണ്ടാകാം. അസ്വസ്ഥത ഈ കർക്കിടക മാസം കഴിയും വരെ മേടൻ രാശിക്കാർ ശ്രദ്ധിച്ചേ മതിയാവുകയുള്ളൂ. ഒരു സുഖവും സ്വസ്ഥതയും ഇല്ലാത്തൊരു സമയമാണ്. ഇവിടെ ശാരീരികമായി മഴക്കാലമാണ്. വൈകല്യവനായ വ്യാഴത്തോടു കൂടി സൂര്യൻ നിൽക്കുന്നു. പലപ്പോഴും കഫജന്യമായ ഉപദ്രവം, പനി വന്ന് ടൈഫോയിഡ് ആവുന്ന സമയമാണ്. ടൈഫോയിഡ് വരിക, ശാരീരികമായി പനിച്ച് കിടക്കേണ്ടുന്നൊരവസ്ഥ വരും. നെഞ്ചത്ത് കഫം വന്ന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, വലിയ പനിയിലൊക്കെ പോകും. നിർബന്ധമായും ധർമ്മദൈവ സങ്കേതത്തിൽ പോകണം. ശത്രുദോഷ പരിഹാരം ചെയ്യണം. കാരണം ശത്രുക്കൾ ധാരാളം വരും. ഇവിടെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ജന്മനക്ഷത്രം അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചകളിലും ചെയ്യുക. അതിലൂടെ നല്ലൊരു പരിഹാരമാവട്ടെ. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഓർവാരകമിവ ബന്ധനാർ മൃത്യോ മുക്ഷിയമാമൃത. മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക. നല്ലൊരു കർക്കിടക മാസത്തിൽ ഹോമങ്ങൾ ചെയ്യേണ്ട മാസമാണ്. നല്ലൊരു മൃത്യുഞ്ജയ ഹോമമൊക്കെ ചെയ്ത് ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കൂ. ഇതാണ് മേടൻ രാശിക്കാരോട് പറയാനുള്ളത്. നന്ദി, നമസ്തേ.